പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട്. നമുക്കിന്ന് വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള മൗലികമായ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്? ഈ ചോദ്യത്തെ മറ്റൊരു രീതിയിൽ ചോദിക്കാം. എന്തിനാണ് ജീവിതം? എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ പർപ്പസ് എന്താണെന്നറിയോ? ഈ ചായ. ഇത് നല്ല നീലഗിരിയിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടമാണ് കോറക്കുന്ത. അത് ഊട്ടി മഞ്ചൂർ റൂട്ടിലാണ്. അവിടുത്തെ തേയിലയാണത് കേട്ടോ. അപ്പോൾ അതിൽ പുതിനയും കൂടെ ഇട്ടിട്ട് ഈ ചായ ഉണ്ടല്ലോ, ബ്ലാക്ക് ടീ. വാവ്! ഇത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ലൈഫിൻ്റെ പർപ്പസ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫിൻ്റെതാണ്. ഇപ്പോൾ ഈ പറഞ്ഞത് ഓരോ ഇൻഡിവിജ്വലിനും വ്യത്യസ്തമായ അഭിരുചികളാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ്, പർപ്പസുകളാണ്. ഒരു വ്യക്തി രൂപപ്പെടുന്നത്, വ്യക്തിത്വം രൂപപ്പെടുന്നത്, ഈഗോ രൂപപ്പെടുന്നത് അയാളുടെ കുടുംബം, അയാൾ നിരന്തരം സഹവസിക്കുന്ന ആളുകൾ, അയാളുടെ സംസ്കാരം, അയാളുടെ സൊസൈറ്റി, സമൂഹം. അങ്ങനെ ആ വ്യക്തിയിൽ പിന്നെ ഇൻബോൺ ആയിട്ടുള്ള ജനറ്റിക്കലായിട്ടുള്ള അയാളുടെ ടാലൻറ്റുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്വഭാവ സവിശേഷതകൾ. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ലക്ഷ്യം നിർണ്ണയിക്കപ്പെടുന്നത്. 95% ആളുകൾക്കും, വ്യക്തികളും അവർ തിരഞ്ഞെടുക്കുന്ന ലക്ഷ്യം അവരുടേത് മാത്രമായ ഒരു തിരഞ്ഞെടുപ്പായിരിക്കില്ല. അതിൽ മാതാപിതാക്കൾ, കുടുംബം, സൊസൈറ്റി, അതിൻ്റെ സ്വാധീനം അതിനുണ്ടാവും. ആ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് ചിലപ്പോൾ തനിക്കൊരിക്കലും യോജിക്കാത്ത ലക്ഷ്യം വ്യക്തി തിരഞ്ഞെടുക്കാറുണ്ട്. അധിക പേരും അങ്ങനെയാണ്. ഓക്കെ, ആ ലക്ഷ്യം മേ ബി യു ക്യാൻ അച്ചീവ് ഇറ്റ് ഓർ യു കാണ്ട് അച്ചീവ് ഇറ്റ്. യു ക്യാൻ വിൻ, യു ക്യാൻ ഫെയിൽ. ലൈഫിൽ അപ്പോൾ ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നിരാശരാകും, തകരും, ഡിപ്രസ്ഡ്. ചിലർ ആത്മഹത്യ ചെയ്യും, ചിലർ ദുഃഖം മറക്കാനായിട്ട് മദ്യപിക്കും, മയക്കുമരുന്ന് അടിക്കും, മർജുവാന വലിക്കും, ചിലർ വേറെ പലതും ചെയ്യും. ഓക്കെ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും മാത്രമല്ല കേട്ടോ. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചായ ഓരോ ഡ്രോപ്പ് നമ്മളിങ്ങനെ ആസ്വദിച്ച് കുടിക്കണം കേട്ടോ. ഒരു കൊതുക് ഇതപ്പോൾ എൻ്റെ കാൽപാദത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ കൊതുക് ഉൾപ്പെടെയുള്ള ജീവിതം, ഈ അണ്ടകടാഹത്തിൻ്റെ ജീവിതം. അപ്പോൾ സമ്യക്കായ ഈ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്നാണ്. അപ്പോൾ നമുക്കൊരു ഓരോ ഇൻഡിവിജ്വലിനും ഇൻഡിവിജ്വലായിട്ടുള്ള ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പർപ്പസുകളുണ്ട്. ഒരു ജീവശരീരം എന്ന ബയോളജിക്കൽ ബോഡിക്ക് നമ്മുടെ സെൻസ് ഓർഗൻസ് നൽകുന്ന അനുഭൂതികളുണ്ട്, അനുഭൂതികൾ. സെക്സ് ഓർഗൻ, നമ്മുടെ നാവിൻ്റെ രുചി അറിയാനുള്ള ഓർഗൻ നാവ്, നല്ല മണം, സുഗന്ധം ആസ്വദിക്കുന്ന നമ്മുടെ നാസാന്തരങ്ങൾ, മൂക്ക്, മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്ന കണ്ണ്, സ്പർശന സുഖം, ശ്രവണ സുഖം, മനോഹരമായ അതിമനോഹരമായ സംഗീതം, ശബ്ദം, അതിൻ്റെ വിവിധ രീതിയിലുള്ളത് കേട്ടാസ്വദിക്കുന്ന ഒരു. അപ്പോൾ അങ്ങനെ ഈ ഭൗതികമായ നമ്മുടെ ഈ ബയോളജിക്കൽ ബോഡി
ബോഡിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ചിലർ സെക്സിലായിരിക്കും ഭയങ്കരമായിട്ട് ആസ്വാദനം കണ്ടെത്തുന്നവർ, ചിലർ മനോഹരമായ കാഴ്ചകളിൽ ആസ്വാദനം കണ്ടെത്തുന്നവരുണ്ട്, ചിലർ നല്ല ഫുഡികളായിരിക്കും, ഫുഡീസ്, നല്ല ഭക്ഷണം കഴിക്കുന്നതിലായിരിക്കും ആസ്വാദനം കണ്ടെത്തുന്നത്, ചിലർ സംഗീതത്തിൽ ആസ്വാദനം കണ്ടെത്തുന്നവരുണ്ട്, സംഗീതം ഇങ്ങനെ കേട്ടിരിക്കാൻ. പക്ഷെ അതൊക്കെ വളരെ മൊമെൻ്ററി ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങളാണ്. ഇപ്പം ഞാൻ അറിയില്ല, എനിക്ക് ബ്ലാക്ക് ടീ വലിയ ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ ലക്ഷ്യം അതാണ്, അത് ആസ്വദിച്ച് കുടിക്കുക. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് മൊമെൻ്ററി ആയിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഈ ഈഗോയിസ്റ്റിക് ലൈഫിൽ നമ്മൾ കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കും. ഈ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിൽ നിരവധി ഇൻഫ്ലുവൻസസ് ഉണ്ട് സൊസൈറ്റിയുടെ. നമ്മുടെ അഭിമാനം, ദുരഭിമാനം, എല്ലാം എൻ്റേതാക്കാനുള്ള നമ്മുടെ അഭിലാഷം, നേതാവാകാനുള്ള ആഗ്രഹം, മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ആഗ്രഹമുണ്ട് നമുക്ക്, അതിസമ്പന്നനാവണമെന്ന ആഗ്രഹം. ഇങ്ങനെ നിരവധി ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പല ലക്ഷ്യങ്ങളും നിർണ്ണയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, പരാജയപ്പെടാം, വിജയിക്കാം, പരാജയപ്പെടാം, പ്ലസ് മൈനസ് സംഭവിച്ചുകൊണ്ടിരിക്കും. സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, പരാജയം ഉണ്ടാവും, വിജയം ഉണ്ടാവും. ഒരു വിജയം കഴിഞ്ഞ് സന്തോഷിച്ച് തീരുന്നതിന് മുമ്പ് ആ വിജയത്തെ നിഷ്പ്രഭമാക്കുന്ന മറ്റൊരു ബ്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ അവിടെ നമ്മൾ അടിപതറും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട് മൗലികമായിട്ട്. ഈ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നൊരു പ്രശ്നമല്ല. ശരിയല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു ലക്ഷ്യം നിർണ്ണയിക്കുന്നു. നമ്മൾ ഒരു ലക്ഷ്യം, അത് നമുക്കൊരു വർഷം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു ടാർഗറ്റ് നിശ്ചയിച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. അതിലേക്ക് മൂവ് ഇതിനിടയ്ക്ക് നമുക്ക് മറ്റ് ചില ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വരുന്നു. അതിലൊക്കെ നമ്മൾ പരാജയപ്പെടുന്നു. പക്ഷേ നമ്മൾ ഈ പരാജയം ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യുന്നില്ല, അവിടെ പിടിച്ച് നിർത്തുന്നില്ല, ഹോൾഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലക്ഷ്യം ഇതൊന്നും അല്ല, ഇതിലും വലിയൊരു ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഇതിലുണ്ടാകുന്ന തിരിച്ചടികൾ നമ്മളെ ബാധിക്കുന്നില്ല. അങ്ങനെ ഇതുപോലെ നമ്മുടെ ഈ ഈഗോയിസ്റ്റിക് ലൈഫിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളുകൾ, അത് പരാജയപ്പെടാം, വിജയിക്കാം. വിജയിച്ചാൽ തന്നെ അതിൻ്റെ സന്തോഷം അധികാലവും നിലനിൽക്കുന്നില്ല, എല്ലാം മൊമെൻ്ററിയാണ്. ഒന്നും ഇവിടെ സ്ഥായിയായിട്ട് നിൽക്കുന്നില്ല. ഇപ്പോൾ സന്തോഷിക്കാൻ വേണ്ടി ചിലർ ഭയങ്കരമായിട്ട് മദ്യപിച്ച് ഡാൻസ് ചെയ്ത് സന്തോഷിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ കെട്ടിറങ്ങുന്നതോട് കൂടിയിട്ട് പിന്നീടത് നമ്മുടെ ദുഃഖത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ പിന്നെയും സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വീണ്ടും വേണം. ചിലർ ഒരു എക്സ്റ്റസിക്ക് വേണ്ടിയിട്ട് മയക്കുമരുന്ന് കുത്തിവെക്കുന്നു. അതിൻ്റെ ഡോസ് കഴിയുന്നതോട് കൂടിയിട്ട് അയാൾ വിഷാദത്തിലേക്ക് വീഴുന്നു. അയാൾക്ക് എന്തെല്ലാമോ അനുഭവപ്പെടുന്നു. വീണ്ടും അയാളത് കുത്തിവെക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അയാൾ അഡിക്റ്റഡ് ആവുന്നു. അതിന് ജീവിതം നരകതുല്യമാവുന്നു. ഇതുപോലെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളൊക്കെ ഈഗോയിസ്റ്റിക്കായിട്ടുള്ള. അപ്പോൾ ഭക്ഷണം, നമ്മൾ ഏറ്റവും രുചിയുള്ളൊരു ഭക്ഷണം കഴിക്കുന്നു. വളരെ ആവേശത്തോടു കൂടി നമ്മളത്, ആ ഭക്ഷണം നമ്മുടെ മുമ്പിൽ വരുന്നവരെ നമുക്ക് ഭയങ്കര ത്രില്ലാണ്. സാധനം എത്തി, കഴിച്ചു. പക്ഷെ കഴിച്ച് വയറ് നിറഞ്ഞോട് കൂടിയിട്ട് പിന്നെ ആ ഭക്ഷണത്തിന് രുചിയില്ല. അപ്പോൾ നമുക്ക് മതിയായി. ഇതാണ്. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിൻ്റെ ശരിക്കുള്ള പർപ്പസ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇനി അവിടേക്കാണ് ഞാൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, മതങ്ങളും ദർശനങ്ങളുമൊക്കെ ഈ അന്വേഷണം നടത്തിയിട്ടുണ്ട്. സെമിറ്റിക് മതങ്ങൾ പറയുന്നത് ഹലക്കൽ മൗത്തവൽ ഹയാത്തൽ യബുലൂക്കും അയ്യുക്കും അഹ്സനു അമല എന്നാണ് ഖുർആൻ പറയുന്നത്. ജനന മരണത്തെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ജീവിതത്തെ, ജനന മരണം എന്ന് പറഞ്ഞാൽ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ജീവിതം നൽകിയത് നിങ്ങളിൽ ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നവർ ആരെന്ന് അറിയാൻ വേണ്ടിയാണെന്നാണ്, പരീക്ഷണാർത്ഥം എന്നാണ്. ആ ആശയം തന്നെ ഒരു പരിധിവരെ ക്രിസ്തുമതത്തിൻ്റെയും യഹൂദമതത്തിൻ്റെയും ഉൽപ്പന്നമാണത്. അത് തന്നെയാണ് ഇസ്ലാമും എടുത്തിട്ടുള്ളത്. സെമിറ്റിക് മതങ്ങളൊക്കെ താരതമ്യേന ഒരേ ആശയമാണ്.
ബുദ്ധിസം നിർവ്വാണത്തെക്കുറിച്ച് പറയുന്നു. ലൈഫ് സൈക്കിളിൽ നിന്ന് ജനനം മരണം ജനനം മരണം ജനനം ജീവിതം മരണം ജനനം ജീവിതം മരണം, അതിങ്ങനെ ഒരു സൈക്കിളാണ്. ഇതിൽ സുഖദുഃഖങ്ങൾ മാറി 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 വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്നേക്കുമായിട്ട് അൾട്ടിമേറ്റായിട്ടുള്ള ഒരു എസ്കേപ്പ്, അതിനെയാണ് നിർവ്വാണം. നിർവ്വാണമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, പർപ്പസ് ഓഫ് ലൈഫ് എന്ന് അവർ പറയുന്നു. അതിൻ്റെ തന്നെ മറ്റൊരു വേർഷൻ തന്നെയാണ് ഹിന്ദു സംസ്കാരത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. സെയിം, ഭാഷയിലെ വ്യത്യാസമുള്ളൂ. പദാർത്ഥവാദികൾ പറയുന്നത് ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ല, പരമാവധി ജീവിതമൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, ആസ്വദിക്കുക. പിന്നെ കോഡ് ഓഫ് കണ്ടക്ട്സ് എന്ന് പറയുന്നതൊക്കെ സമൂഹം തീരുമാനിക്കുന്നത്, അത്ര തന്നെ. ഭൂരിപക്ഷം എന്ത് തീരുമാനിക്കുന്നു അതാണ്. അവിടെ ഒരു ക്രൈറ്റീരിയ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഇവോൾവ് ചെയ്ത് ഇപ്പോൾ ഒരു പ്രത്യേകമായ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ജീവി, ലൈഫ് സ്പീഷീസ് മാത്രമാണ് മനുഷ്യൻ. ഇനിയും അത് എവല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ മനസ്സിലാക്കിയത്, എന്നെപ്പോലെ പലരും മനസ്സിലാക്കിയത്, ആനന്ദം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്, പരമാനന്ദം. അതിന് വിപരീതമില്ല കേട്ടോ. സുഖത്തിന് ദുഃഖമുണ്ട്, സന്തോഷത്തിന് സന്താപമുണ്ട്. ഈ പരമാനന്ദത്തിന് വിപരീതമില്ല എന്ന് വെച്ചാൽ അത് ആപേക്ഷികമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. ആ പരമാനന്ദം ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയോ? ഇതൊന്നുമല്ല എൻ്റെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള പർപ്പസ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ആ പരമാനന്ദം ഉണ്ടാവുന്നത്. അപ്പോൾ സമ്യക്കായ ഈ ജീവിതത്തിന് ഒരു പ്രത്യേക ലക്ഷ്യമോ പർപ്പസോ ഇല്ല. ഈ ജീവിതം തന്നെയാണ്, ഈ ജീവിതം ഏറ്റവും അനുഗ്രഹീതമായ, ഇതൊരു ബ്ലിസ്സാണ്. എൻ്റയർ ലൈഫ്, ഞാൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെയാണ് ഞാൻ പറയുന്നത്. ഇതൊരു ബ്ലിസ്സാണ്. ഇത് പരമമായതിൻ്റെ തന്നെ ഒരു വൈവിധ്യമാർന്ന മാനിഫെസ്റ്റേഷനാണ്, ആവിഷ്കാരമാണ്. അതുകൊണ്ട് എൻ്റെ ഇൻഡിവിജ്വാലിറ്റി, എൻ്റെ ഈഗോ കേവലം ഒരു സ്പാർക്ക് മാത്രമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്നൊരു പരമമായ ആനന്ദമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ഇവിടെ പ്രത്യേകിച്ച് നേടാനുമില്ല. ഇവിടെ നേടിയതൊന്നും എൻ്റേതല്ല, ഇവിടെ നഷ്ടപ്പെടുന്നതൊന്നും എൻ്റേതല്ല. അപ്പോൾ നേടാനുമില്ല, നഷ്ടപ്പെടാനുമില്ല. ഈ ഇന്ദ്രിയമായ സാമൂഹികവും ജൈവികവുമായ ഈ ദുഃഖങ്ങളെല്ലാം കേവലം ആപേക്ഷികമായ തോന്നലുകൾ മാത്രമാണ്, അനുഭവങ്ങൾ മാത്രമാണ് എന്ന തിരിച്ചറിവാണ് നമ്മെ പരമാനന്ദത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്നറിയോ? എപ്പോഴും പരമമായ ആനന്ദത്തിലമരുക. ബാക്കി നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ ഈ ഒരു റിയലൈസേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്, പരമാനന്ദം. അത്ര തന്നെ. ആ പരമാനന്ദം അവസ്ഥയിൽ എത്തിപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. ഈ സംഗതികൾ മനസ്സിലാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ജീവിതത്തിൻ്റെ നൈമിഷികത, ജീവിതത്തിൻ്റെ നിരർത്ഥകത, നമ്മുടെ ഈ ഇൻഡിവിജ്വൽ ലൈഫിൻ്റെ ഞാൻ പറഞ്ഞു, ഈഗോയിസ്റ്റിക് ലൈഫ്, ഈ മെറ്റീരിയൽ ലൈഫിൻ്റെ ഇതിൻ്റെ ഇംപെർമനൻസി, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരവസ്ഥയുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്. അപ്പം മോക്ഷവും നിർവ്വാണമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും. താങ്ക് യു വെരി മച്ച്. സ്നേഹത്തോടെ, അക്ബർ സ്നേഹം.